തട്ടുകട സ്റ്റൈൽ ബീഫ് ഫ്രൈ അത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ. ആ ഒരു ബീഫ് ഫ്രൈയും ഒരു പൊറാട്ടയും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചാലുണ്ടല്ലോ ഓർമ്മകൾ ഒരു രക്ഷയില്ല. ഇന്നാണല്ലോ അൽഫാമും മന്തിയൊക്കെ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്നൊക്കെ പറയുന്നത് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുക ബീഫ് ഫ്രൈയും ആയിരിക്കും അല്ലേ, ബീഫ് വരട്ടിയതായിരിക്കും, അതിൻ്റെ കൂടെ ഒരു പൊറാട്ടയും. എന്താ രസമല്ലേ. അപ്പോൾ അതേ രുചി തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ അതേ രുചിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നത്. അത് ഞാനല്ല കേട്ടോ, ഇക്കാണ് തയ്യാറാക്കുന്നത്. ഇക്കൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ഫ്രൈ എന്നാണ്, കണ്ടു നോക്കി നോക്കും. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ബീഫ് തന്നെയാണ്. നമ്മൾ ബീഫ് വാങ്ങുന്ന സമയത്ത് എപ്പോഴും വാരിയലിൻ്റെ പീസാണ് കേട്ടോ വാങ്ങാറ്. അതിനാണ് രുചി കൂടുതൽ. അത്യാവശ്യം എല്ലൊക്കെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഇറച്ചി എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പീസിൽ നിന്നാണ് ഇറച്ചിക്ക് അങ്ങനെ അറുത്തിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തത്. എന്നിട്ട് ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മസാല പുരട്ടാൻ പോവാണേ. അപ്പോൾ അതിലോട്ടേക്ക് നമുക്ക് വേണ്ടത് ഒരു കുടോളം വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ പിന്നെ ബീഫിന് കണക്കാക്കിയിട്ടുള്ള രീതിക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 1 കുടം അല്ല 2 കുടോളം എടുത്തോളൂ. കൂടുതൽ വെള്ളുള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ ഇഞ്ചിയും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അതൊന്നിങ്ങനെ നടുവെ പിളർന്നിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോഴതിങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോഴുണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും. ഇനി നമുക്കതൊന്ന് മസാല തേക്കാനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം, സത്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ വിചാരിച്ചത് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കുക്കർ എടുത്തെടുത്ത്. അപ്പോഴൊക്കെ പറഞ്ഞത് കുക്കറിലല്ല, അതിങ്ങനെ കുഴച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണെന്നുള്ളത് തെറ്റിപ്പോയി. അപ്പോഴതാണ് ആ കുക്കറിലിട്ടിട്ട് ഇങ്ങനെ മസാല തേച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാലപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ലിങ്ക് ഞാൻ പിന്നെ ഇത് വെക്കാം, അതൊന്ന് കണ്ടു നോക്കി നോക്കും. സൂപ്പർ ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ഇത് കുഴയ്ക്കുന്നത് തന്നെയൊക്കെ വെളിച്ചെണ്ണയിലാണ് കുഴച്ചെടുക്കുന്നത്. ഞാനാണെങ്കിൽ ചുമ്മാ അങ്ങോട്ട് കുഴച്ചെടുക്കുകയുള്ളൂ. ആ ഒരു വെളിച്ചെണ്ണയിലൊക്കെ കുഴച്ചപ്പോൾ എന്തൊരു മണം അറിയോ. ആ ഒരു കറിവേപ്പിലേൻ്റെയും വെള്ളുള്ളിൻ്റെയും എല്ലാം കൂടെ ശരിക്കും അങ്ങനെ കുഴച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടാക്കി എടുക്കുന്ന പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. പൊന്നെന്ത് രസം അറിയോ. അപ്പോൾ ഞാനിങ്ങനെ ഈ രീതിക്ക് പൊരിച്ചെടുക്കൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ എപ്പോഴും കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കും, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. എൻ്റെ ഒരു പൊരിക്കൽ എന്ന് പറയുന്ന ആ രീതിക്കാണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും കഴിക്കാറ്. നാട്ടിലൊക്കെ പോയിട്ടാണ് കേട്ടോ ഉമ്മയൊക്കെ വെച്ച് തരുന്ന സമയത്ത് ഉമ്മ ഇപ്പൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഈ രീതിക്ക് പൊരിക്കാറേ ഇല്ല. പക്ഷെ അത് എത്രയോ കാലത്തിന് ശേഷം ഇങ്ങനെ കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. നാടും ഉമ്മനെയും എല്ലാം ഓർമ്മ വന്ന് ആ ഒരു ബീഫ് ഫ്രൈ അങ്ങനെ കഴിക്കുന്ന സമയത്ത്. ശരിക്കും ഇതിൻ്റെ മണം അടിച്ചപ്പോഴേ നമ്മുടെ കോഴിക്കോടുള്ള ആൾക്കാർക്കാണെങ്കിലും മനസ്സിലാവും. ക്രിസ്ത്യൻ കോളേജിൻ്റെ അവിടെ അതാണ്ട് ഒരു ചെറിയൊരു തട്ടുകട. ആ തട്ടുകടൻ്റെ അതിൽ പാസ്സാവുന്ന സമയത്ത് ഒടുക്കത്തെ മണമാണ് കേട്ടോ. അവിടുത്തെ ചിക്കൻ ഫ്രൈക്കും അതേപോലെ ബീഫ് ഫ്രൈക്കും. ഹോട്ടലിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അതിൽ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലാണ്. ആ സ്മെല്ലാണ് ഇപ്പം ഇവിടെ വന്നത് കേട്ടോ. സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല മുരിങ്ങന രീതിക്കൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. അതിങ്ങനെ ചുമ്മാ പൊറാട്ടൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് മാഷാല്ലാ വേറെ ലെവൽ. കാരണം ആ ഇഞ്ചി കടിക്കാൻ കിട്ടും, പച്ചമുളക് കടിക്കാൻ കിട്ടും, വെള്ളുള്ളി കടിക്കാൻ കിട്ടും, നല്ല മുരിഞ്ഞ ബീഫും എല്ലാം കൂടെ അങ്ങോട്ട് ആയപ്പോഴുണ്ടല്ലോ എൻ്റെ പഠിച്ചതിന് ഒരു രക്ഷയില്ല. ഈ പൊറാട്ടയും ബീഫും വല്ലാത്തൊരു കോമ്പിനേഷൻ തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി തരണമെന്ന്. സത്യത്തിൽ എനിക്ക് ആണുങ്ങൾ കുക്ക് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം അവരുടെ ജോലി തന്നെ ഒരുപാട് ഒരു രാവിലെ പോയി രാത്രി വന്ന് അങ്ങനെ ക്ഷീണമായിട്ട് വരുമ്പോൾ അവർ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇതേപോലെ നമുക്ക് കൈപ്പുണ്യമൊക്കെ ഒന്ന് തിരിച്ചറിയണമല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഇക്കൻ്റെ കൈപ്പുണ്യം വേറെ ലെവല്. അപ്പോൾ ഈ ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ എന്തായാലും പൊരിച്ച് നോക്കാൻ വേണ്ടി മറക്കരുത്. അപ്പം നമ്മുടെ മസാലപ്പൊടിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ, കാണാൻ മറക്കരുതേ. ബൈ ബൈ.